ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ സാധ്യത. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബില്ല് അവതരിപ്പിക്കുക. ബില്ലിനെ എതിർക്കാനാണ് പ്രതിപക്ഷത്തിൻ്റെ ഇതുവരെയുള്ള തീരുമാനം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകും. ബൽറാം, ഈ 3/2 ഭൂരിപക്ഷം ആവശ്യമുണ്ടെങ്കിൽ ഈ ബില്ല് എങ്ങനെയാണ് പാർലമെന്റിൽ പാസ്സാക്കുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? SKN സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയും അതുതന്നെയാണ്. ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട 2 ബില്ലുകളാണ് നേരത്തെ ഇന്ന് അവതരിപ്പിക്കാൻ ലിസ്റ്റ് ചെയ്തിരുന്നത്. ഇത് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഒരുമിച്ചാക്കാനുള്ള ഒരു ബില്ല്. അത് ഭരണഘടനാ അനുച്ഛേദം 129 ഭേദഗതി ആണ് ആ ബില്ലിൽ ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ നിയമസഭകളുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായുള്ള മറ്റൊരു ബില്ല് എന്നിവയാണ് അവതരിപ്പിക്കാൻ ഉള്ളത്. ഇതിൽ ഈ ഭരണഘടനാ അനുച്ഛേദം ഭേദഗതി എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിന് അത് പാസ്സാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഈ ബില്ലിന്റെ കാര്യത്തിൽ സമവായത്തിന് തയ്യാറാണ് എന്നും പ്രതിപക്ഷം സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്നാവശ്യപ്പെടുകയാണെങ്കിൽ അതിനും തയ്യാറാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഈ പ്രതിപക്ഷ പാർട്ടികളുമായി കൂടിയാലോചനകൾ നടത്തി ഒപ്പം തന്നെ സംസ്ഥാനങ്ങളുമായും സംസ്ഥാന നിയമസഭാ സ്പീക്കർമാരും കൂടിയാലോചന നടത്തിയ ശേഷം ഈ സംയുക്ത പാർലമെന്ററി സമിതി ഈ ബില്ലിൽ കൂടുതൽ ഭേദഗതികൾ വരുത്തിയ ശേഷം പിന്നീട് പാസ്സാക്കാം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ബില്ല് ഈ സമ്മേളനത്തിൽ തന്നെ ശീതകാല സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുക, തുടർന്ന് JPCക്ക് വിടുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇന്ന് ലിസ്റ്റ് ചെയ്തിരുന്നെങ്കിലും സാങ്കേതിക കാരണങ്ങളെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ബില്ല് നാളെ അവതരിപ്പിക്കുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന സൂചന. രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ച, അതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറഞ്ഞ ശേഷമായിരിക്കും ഈ ബില്ല് ലോക്സഭയിൽ കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.